ഹലോ, നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതിനായി ഞാൻ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി മുറിച്ച് നന്നായി കഴുകിയെടുത്ത ചിക്കനാണ്. നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. അതിനായി പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നീട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അരമുറി തേങ്ങ നന്നായി വറുത്തെടുക്കാം. ഇത് ഏകദേശം ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ഏകദേശം ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. കുറച്ച് ജീരകം കൂടി ചേർക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇത് അരച്ചെടുക്കാം. നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, നന്നായി തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു 3 സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 4-5 പച്ചമുളക് കീറിയെടുത്തത്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-8 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കുക. ഏകദേശം വഴന്ന് വരുന്ന സമയം നമുക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂട്ടി നന്നായി വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഒരു 4-5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിന് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. ഏകദേശം വഴന്ന് വരുന്ന സമയം നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ തന്നെ ഊറി വെള്ളം വരുന്നതാണ്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്യുക. മസാല എല്ലായിടത്തും എത്തുന്നത് വരെ മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. തീ കുറച്ച് വയ്ക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഊറി വരുന്നത് വരെ നമുക്ക് തീ കുറച്ച് വയ്ക്കാം. നന്നായി വെള്ളം വന്നു കഴിഞ്ഞാൽ കുറച്ച് തീ കൂട്ടി വയ്ക്കാം. ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം നന്നായി ചിക്കനിൽ വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ വെന്ത് വരുന്ന സമയം നമുക്ക് അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് കുറച്ച് പൊടികൾ കൂടി ഇട്ട് കൊടുക്കണം. ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത് രണ്ടും ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാലയൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് മല്ലിപ്പൊടിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയും കറിവേപ്പിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുക. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റിയായ കറിയാണ്. കൂടുതൽ മസാലകളൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ കറി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഓക്കെ.